ഹലോ ബ്രോ, ഗുഡ് മോർണിംഗ് ബ്രോ. എന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 101 ആയുസ്. എല്ലാം ടാനടിക്കും. വെയിലുണ്ടാ നീ ടാൻ അടിക്കില്ല അല്ലേ? അർജുന് ഫോട്ടോഗ്രാഫിയുടെ ഒരു കമ്പം കാണൂലേ? എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നേച്ചർ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? എന്റെ റൂമിൽ 2 വർഷമായിട്ട് സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. ചുമ്മാ കിട്ടിയതല്ലേ. 2 വർഷമായിട്ട് ഞാൻ പുള്ളിയുടെ ഫോട്ടോയുടെ വെച്ചിട്ട് ഐ ഡു മാനിഫെസ്റ്റ് തിങ്സ്. അത് വെച്ച് കിട്ടിയതാണ് ഇവിടെ. സാറെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലുതാണ്. അപ്പൊ ആ ഒരു മനുഷ്യന് മുന്നിൽ കാണുമ്പോഴത്തേനും എന്റെ ചുറ്റുമുള്ള എല്ലാം പോയി. എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ആരും മിണ്ടലെന്ന് പറയും. ഇവര് ഒരു ബ്രീഫിങ്ങിന് വരുമല്ലോ. അപ്പൊ അമ്മയുടെ ആരും പറഞ്ഞ് കയ്യിൽ നിന്ന് കരിഞ്ഞു. ഇവിടെ നിന്നുമ്പോ അമ്മയുടെ കാര്യം അമ്മ വീട്ടില് വന്ന. ഹായ്, ഗുഡ് മോർണിംഗ്. പുള്ളിക്ക് സുഖമില്ലാത്തതാണ്. അപ്പം പവറിലേക്ക് നിങ്ങളെ നയിക്കാൻ ഒരാൾക്ക് മാത്രമാണ് സാധിക്കുക. അവനാണ് ഹീറോ. ഈ ബിഗ് ബോസ് ഹൗസിലെ നിങ്ങളുടെ ഹീറോ. ഒട്ടും വിട്ടുകൊടുക്കാതെ മത്സരിക്കാൻ എത്തിയവൻ നിങ്ങളുടെ ഹീറോയാകും. അവനാണ് ക്യാപ്റ്റൻ. നിങ്ങൾ 19 പേരിൽ നിന്നും ആരാകും ഈ ബിഗ് ബോസ് ഹൗസിലെ ഹീറോ? അതിലില്ല. ജസ്റ്റ് മടങ്ങിയുള്ളൂ. തോറ്റവരെടുത്ത് അകത്തേക്ക് തോറ്റവരോട് പോവാൻ. ശരി, കളിക്കാൻ പറ്റുമോ? ചേച്ചി കളിക്കുന്നുണ്ടോ? റോക്കി ചേച്ചിക്ക് വന്നേ. അർജുനോടും കൂടി കൺവിൻസ് ചെയ്യും. ഞങ്ങൾ സ്വിച്ച് ആവും. അർജുനെ കൺവിൻസ് ചെയ്ത് എനിക്ക് എന്റെ ഓണസ്റ്റി ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കണം. അതിന് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ എടുത്തോളം. ഞാൻ അവർക്കും തരില്ല, നിങ്ങൾക്കും തരില്ല. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഡിസൈഡ് ചെയ്യാം, അവർക്ക് ഡിസൈഡ് ചെയ്യാം. എന്റെ പ്ലേ ഇതാണ്. എന്റെ പ്ലേ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി, ഞാൻ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് കളിക്കും, ഒറ്റയ്ക്ക് പോത്തു. അർജുൻ പുറത്തുനിന്ന് പറക്കണം. അർജുന ക്യാപ്റ്റൻ. അർജുൻ ക്യാപ്റ്റനെ ഭയങ്കര ട്വിസ്റ്റാ. ഭയങ്കര ട്വിസ്റ്റ്. അർജുൻ, നിങ്ങളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ആദ്യത്തെ ക്യാപ്റ്റൻ. അഭിനന്ദനങ്ങൾ. താങ്ക് യു ബോസ്.
കളിക്ക് ട്വിസ്റ്റ് ബിഗ് ബോസ് ഇല്ല ആ ചേച്ചി എന്റെ എഫേർട്ട് ഇല്ല ചേച്ചിയുടെ എഫേർട്ടാണ്. യു ഡിസേർവ് ഇറ്റ്. ആൻഡ് ന്യായമായിട്ടുള്ള ആൾക്ക് തന്നെ ചേച്ചി വിജയിപ്പിച്ചു. സോ വി ആർ ഹാപ്പി, വെരി ഹാപ്പി. അല്ല ഞാൻ മലയാളി, ഞാൻ ക്യാപ്റ്റൻ ആവണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. But that's our destiny, no? Thing, but it's God decide destiny. yes. God is free. That's why ഞാൻ അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. Yes. ആ ബാൻഡാണോ? അല്ല. അർജുൻ എന്തോ അഭിനന്ദനങ്ങൾ. ഈ ബിഗ് ബോസ് വീടിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ അല്ലേ? ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ ജയിക്കാൻ ലൈക്ക് ഫെയർ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആവണമെന്ന് എക്സ്പെക്ട് ചെയ്ത് കളിച്ചതൊന്നുമല്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഫെയർ ആയിട്ട് കളിച്ചാലേ എനിക്ക് ഹാപ്പി ആവുള്ളൂ. എന്റെ ഓണസ്റ്റിയാണ് എനിക്ക് ഏറ്റവും വലുത്. പോയോ? നല്ലത്. കുറച്ചുകൂടി സജീവമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണ്. യെസ് ബോസ്. വിളിച്ചിട്ടുണ്ടോ? നീ ഒരു മിനിറ്റിൽ ഇറങ്ങണം. ഒരു മിനിറ്റ്. ഇന്നത്തെ ആരിലുണ്ടോ? ബിഗ് ബോസ് 100 കുളിക്കുന്നു. 100 ഒരു മിനിറ്റ്. നിന്റെ 1/2 മിനിറ്റ് കട്ട്. ബിഗ് ബോസ് കുളിക്കുന്നു. വാ വന്നിച്ചു. അർജുൻ ബിഗ് ബോസ് ഓൾ പ്രസന്റ് സാർ. Sit down. Excuse me, hello. വേണ്ട, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. വേണ്ട. അർജുൻ തീർന്നില്ല. തിരിഞ്ഞിരിക്കാനോ? ബിഗ് ബോസ് അതിൽ ക്യാപ്റ്റന് ഇടപെടാൻ പറ്റുമായിരിക്കില്ലല്ലോ അല്ലേ? ശ്രദ്ധിക്കുക. എല്ലാവർക്കും കഴിക്കാൻ ലഡുവും ലില്ലേഫിയും ഉണ്ട്. നിങ്ങൾ സ്പ്ലിറ്റ് ആവോ? കുട്ടികളെ മാറിയാണ്. ഒരു പാട്ടൂടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. തൊട്ടോട്ടെ തൊട്ടാവാടി ചുമ്മാ നിന്നെ തൊട്ടോട്ടെ ഞാൻ, ഇഷ്ടത്തോടൊപ്പം കൂടാൻ നിന്നോട്ടെ ഞാൻ, ഒട്ടാതെ ഒട്ടിക്കൊണ്ടേ പോകും ദൂരം വന്നോട്ടെ ഞാൻ, മുട്ടായി ചുണ്ടിൻ നാണം കണ്ടോട്ടെ ഞാൻ. ഓ മുള്ളാലെ കുത്തല്ലേ നീ, മുൻകോപം കാട്ടല്ലേ നീ, ശോകത്താൽ ക്യാപ്റ്റൻ വെൽ ഡൺ ക്യാപ്റ്റൻ. ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ ബോസ്. എനിക്കിവിടെ എല്ലാം ഉണ്ട്. ബിഗ് ബോസ് താങ്ക് യു സോ മച്ച്. എല്ലാ വർഷവും കാണുന്നുണ്ടോ? ക്യാപ്റ്റൻ, നമ്മുടെ ക്യാപ്റ്റൻ. ഈ ടെക്നോളജി വേണമെന്ന് പറഞ്ഞ ആളല്ലേ? I'll need some sanitizers also to keep the room safe for everybody. Yeah. ബിഗ് ബോസ് ഇയാൾക്ക് എന്താ പറയണം? എനിക്ക് ഭാഷ മനസ്സിലായി. ബോസ് എനിക്ക് കട്ട്ലീറ്റ് ആദ്യമായിട്ട് ഫയർ ആവണെന്തിനാ പതിയെ പറഞ്ഞ പോരെ? No more discussion. അവരവിടെ പറഞ്ഞു ഇടയ്ക്ക് ചോദിച്ചു. നമ്മൾ ഈ തമിഴൊക്കെ ഇത് എവിടെ തമിഴ് കയറി വരുന്നത്?
അനിലിനെ തമിഴ് പറയണേ, സുനിലിനെ അനിലോ? അവർക്ക് എഴുതാൻ അറിയാം, പക്ഷേ നീ എന്ത് പറയാ സംഭവിച്ചൂടെ? എഴുതാൻ കാര്യത്തിൽ എല്ലാ കഴിവുകളൊക്കെ കൊടുത്തിട്ടില്ല ദൈവം. എടി അവർക്ക് എഴുതാൻ പറ്റും. കഴിവുകൾ ശ്രീ അപ്പോൾ പറയുന്നില്ലേ? അത് അവൾ എഴുതുന്നുണ്ടല്ലോ, അവളല്ലേ പറഞ്ഞത്. അതെ, അവള് മണപ്പാടം മണപ്പാടം. ഹായ് ബിഗ് ബോസ്. അർജുൻ ഈ ചാടി കയറണല്ലോ ഫുഡിനാക്കണം പറയാൻ. ഒറ്റയ്ക്കാന്നേ ആളും കൂട്ടും വെട്ടം കത്തുന്നേ, തൊണ്ടയിലെ വാക്കും പറ്റുന്നേ, നിന്നെയൊന്ന് കണ്ടാൽ പുന്നാരേ. എന്റെ നെഞ്ചിൽ ഒരു മിനിറ്റ് ചേട്ടൻ ഞാൻ പറയാം. പറയാൻ സമയത്ത് പറയട്ടെ, ആള് പറയട്ടെ. വലിച്ചെറിയാതെ വാങ്ങില്ലേ, മിണ്ടാതാകല്ലേ നീ, മെല്ലെ മായല്ലേ നീ, കണ്ണീരിൽ ഞാൻ കാര്യം പറയട്ടെ, ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല, ചായ ബേസിക് ഇല്ല. ചേട്ടൻ നാളെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറ. നമുക്ക് സെറ്റ്. ഇപ്പൊ ചേട്ടൻ കാമായിട്ട് ചേട്ടൻ്റെ മേളിൽ എല്ലാവരും കയറാൻ നോക്കും. ഒരു മിനിറ്റ്. ആസ് എ ക്യാപ്റ്റൻ എന്നോട് എന്ത് വേണം നിങ്ങൾക്ക് പറയാം. എന്ത് ഷെയർ ചെയ്യാം എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയാം. ഒരു മിനിറ്റ് തരും. ഒരു കാര്യം പറയട്ടെ, ഒരു ബേസിക് പ്രിൻസിപ്പൽ, ഒരു ബേസിക് മാനേഴ്സ് ആണ്. ഒരാളിവിടെ വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈലൻസ് ചെയ്യും. ബ്രോ എന്റെ കാഴ്ചപ്പാടാണത്, എന്റെ കാഴ്ചപ്പാടാണ്. യു ഗൈസ് ആർ ഫ്രണ്ട്സ് എനിക്ക് തോന്നി, അതെന്നെ പറഞ്ഞു. അതിന് നിങ്ങൾ എന്ത് ഇൻസെക്യൂർ ആവണം? ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നത് ഇൻസെക്യൂർ ആവണത് എന്തിനാ ബ്രോ? ഞാൻ എന്താ പറഞ്ഞത്? നിന്നെ ഒരു ടീമിലിട്ട് ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട് ആണെന്ന് ഇല്ല ബ്രോ. ഞാൻ പറഞ്ഞെന്താന്നറിയോ, എന്ത് എനിക്ക് ഞാൻ കുറച്ചുകൂടി അനാലിസ് ചെയ്തത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് എനിക്ക് ശരിയാണ്, നിനക്ക് ശരിയാണെന്നില്ല. ഐ ഡോണ്ട് കെയർ. ഇത് എന്റെ ഗെയിമാണ്. ഞാൻ എന്താണ് കെയർ? എനിക്ക് തോന്നി നിങ്ങൾ ആ ടീം ഇടണമെന്ന് തോന്നി, ഞാൻ മാറ്റി. സോ ഐ ഡോണ്ട് കെയർ. നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് അല്ല, എനിക്കത് ബോധേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾ എൻ്റെ ഒരു ടീം ഇടണമെന്ന് തോന്നി, ഞാൻ മാറ്റിയിട്ടു. ഇറ്റ്സ് മൈ ഗെയിം. എന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നറിയോ? ഒരു ടീം തിരിക്കുക, ആ ടീം ബെസ്റ്റ് ആക്കുക. അതല്ലേ ഞാൻ ചെയ്തത്. ഞാൻ എവിടെ ഇടണോ ഞാൻ തീരുമാനിക്കും. അത് ഞാൻ ചെയ്തു. പിന്നെ വയ്യൊരു നീ എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ എന്താണ് നീ പറഞ്ഞത്? എല്ലാ ടീമിനെ കഴിഞ്ഞില്ല. എടാ ശരിയാണ്. 2 days എന്റെ മേ ബി ഞാനത് ഉൾക്കൊള്ള തെറ്റാവാ ശരിയാവാ.